കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് നല്ല പച്ചവടം പോലെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ജപമാലനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഈ ജപമാല ഉണ്ടാവും. നിങ്ങളും ജപമാല എല്ലായിടത്തും കൊണ്ടുപോകാൻ ഞാൻ പറയും. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ തലോണ അടി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതും നമ്മൾ പോകുമ്പോഴും ജപമാല ചൊല്ലുന്നതും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ഈ ജപമാല ഒരെണ്ണം നമ്മുടെ കയ്യിലുള്ള നല്ലതാണ്. ജപമാല എന്ന് പറയുന്നത് നമ്മുടെ പൈശാചിക ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. അപ്പം നമ്മൾ ഇതെപ്പോഴും ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ ജപമാല ചൊല്ലുന്നതിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. 15 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈശോ എന്നുള്ള തിരുനാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തിയുള്ള തിരുനാമം പരിശുദ്ധ മറിയത്തിന്റെയാണ്. അപ്പൊ നമ്മുടെ മാതാവിനോട് ചൊല്ലാവുന്നതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണെന്നാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിൽ എൻ്റെ ഈ ഒരു ബുക്കുണ്ട്, പരിശുദ്ധ ജപമാല ചരിത്രം എന്ന വഴി എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ജപമാല തുടർന്ന് ചൊല്ലുന്നത് മൂലം എനിക്ക് സേവനം ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പൊ നമ്മൾ ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും മീൻസ് അതായത് നമ്മുടെ അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളൊക്കെ ലഭിക്കുമെന്ന് മാതാവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ സവിശേഷമായ സംരക്ഷണവും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യാം. അതായത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവാൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ജപമാല നരകത്തിനെതിരായ ശക്തിയേറിയ രക്ഷാകവചമാണ്. ഇത് തിന്മയെ നശിപ്പിക്കുകയും പാപത്തിന് ലഘുവാക്കുകയും മതനിന്ദയെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നരകത്തിനും സാത്താനും എതിരായിട്ടുള്ള ഒരു പവർഫുൾ ആയുധമാണിത്. അപ്പം നമ്മൾ ജപമാല ചൊല്ലുന്നതിലൂടെ നമ്മൾ നരകത്തിനും സാത്താനെതിരെ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ അമ്മ നമുക്ക് തരും. നാലാമത്തെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ജപമാല സദ്ഗുണങ്ങളും സത്പ്രവൃത്തികളും വളരുവാൻ കാരണമാക്കുന്നു. ദൈവത്തിന്റെ അളവില്ലാത്ത കാരുണ്യത്തെ ആത്മാക്കൾക്ക് ലഭിക്കുവാൻ കാരണമാക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളെ ലൗകിക മായാമോഹങ്ങളിൽ നിന്നും വിടുവിച്ച് അനശ്വരമായ ആഗ്രഹം ഉളവാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുമൂലം ആത്മാക്കൾ പരിപൂർണരായി തീരുന്നു, പുണ്യപൂർണരായി തീരുന്നു. അപ്പൊ നമ്മൾ ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വളരാനും അതുപോലെ നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോടിയാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ ജപമാല എന്ന് പറയുന്നത്, ജപമാല ചൊല്ലി തന്നെ എനിക്ക് സമർപ്പിക്കുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ല. അതായത് ജപമാല നമ്മൾ നിരന്തരം ചൊല്ലിക്കുന്നത് നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകത്തില്ല, നമ്മുടെ അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആറാമത്തെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ജപമാലയുടെ രഹസ്യങ്ങളെ ഭക്തിപുരസരം ധ്യാനിക്കുന്നവരെ ദൗർഭാഗ്യങ്ങൾ കീഴടക്കുകയില്ല, ദൈവം അവരെ ശിക്ഷിക്കുകയില്ല, ദൈവിക പരിപാലന ഇല്ലാത്ത മരണം അവർക്ക് ഉണ്ടായിരിക്കുകയില്ല, അനശ്വരമായ ജീവിതം അവർക്ക് ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ജപമാലയിലെ രഹസ്യങ്ങൾ ഭക്തിപൂർവ്വം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവ കരുണയുണ്ടാവും. അതുപോലെ നമ്മുടെ ദൗർഭാഗ്യങ്ങൾ നമ്മൾ കീഴടക്കത്തില്ല. അങ്ങനെ അതുപോലത്തെ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് അമ്മ തരുന്നുണ്ട്. അടുത്ത ഏഴാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്ക് കൂദാശകൾ കൂടാതെ മരിക്കുകയില്ല. ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർ കൂദാശ കൂടാതെ മരിക്കുകയില്ല. എല്ലാ കൂദാശയും സ്വീകരിക്കാൻ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ അവരെല്ലാവരും എല്ലാ കൂദാശകളും സ്വീകരിച്ചിട്ടേ മരിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ എട്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ജപമാല വിശ്വാസത്തോടെ ധ്യാനിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതകാലത്തും മരണനേരത്തും ദൈവിക പ്രകാശവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നിറവും ഉണ്ടായിരിക്കും. അവരുടെ മരണസമയത്ത് സ്വർഗത്തിൽ വിശുദ്ധർ അനുഭവിക്കുന്ന പുണ്യങ്ങൾക്ക് അവർ അർഹരാകും. അതായത് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് മരിക്കുന്ന സമയത്തും അതുപോലെ ജീവിക്കുന്ന കാലത്തൊക്കെ ദൈവിക പ്രകാശവും അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ വിശുദ്ധർക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ നമുക്ക് ജപമാല ചൊല്ലി ഭക്തിപൂർവ്വം ചൊല്ലുന്നതിലൂടെ നമുക്ക് ഭൂമിയിലും അതുപോലെ സ്വർഗം മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ ലഭിക്കുന്നതാണ് നമ്മുടെ അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി ഒമ്പതാമത്തെ എന്ന് പറഞ്ഞാൽ, ജപമാല ഭക്തിയുള്ള ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ വീണ്ടെടുക്കും. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ ജപമാല ചൊല്ലി, ഭൂമിയിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ജപമാല ഒരുപാട് ചൊല്ലുമായിരുന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മാതാവ് വന്ന് ആത്മാക്കളെയൊക്കെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മാതാവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്ത 10ാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ജപമാല ഭക്തിയുള്ളവർ സ്വർഗത്തിൽ വലിയ ആനന്ദം അനുഭവിക്കും. ജപമാല ഭക്തിയുള്ളവർ സ്വർഗത്തിൽ വളരെ വലിയ ആനന്ദവും സന്തോഷവും അനുഭവിക്കുമെന്ന് നമുക്ക് അമ്മ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത ഇനി 11ാമത്തത്, ജപമാല വഴിയായി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും.
ഇതിന് എനിക്ക് മീൻസ് അതായത് എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ ആ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മാതാവ് എനിക്ക് സഹായിച്ചു തരാറുണ്ട്. നമ്മളിത് 4 രഹസ്യം, അതായത് സന്തോഷം, പ്രകാശം, മഹിമ, ദുഃഖം, ഈ 4 രഹസ്യങ്ങളും ഒറ്റയിരുപ്പിനിരുന്ന് ഭക്തിപൂർവ്വം ചൊല്ലി എന്തെങ്കിലും ഒരു നിയോഗം നിങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാവ് ഉറപ്പായിട്ടും നമുക്ക് സഹായിച്ചു തരും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ നമുക്ക് 12ാമത്തെ വാഗ്ദാനം എന്താന്ന് നോക്കാം. ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ആവശ്യഘട്ടങ്ങളിൽ എൻ്റെ സഹായം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ മറ്റുള്ള ഒരാളോട് ജപമാല ചൊല്ലണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ അമ്മയുടെ സഹായം ഉണ്ടായിരിക്കുമെന്ന് അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി 13ാമത്തെ എന്താന്ന് പറഞ്ഞാൽ, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ ജീവിതകാലത്തും മരണസമയത്തും അവർക്ക് വേണ്ടി സ്വർഗീയ ഗണങ്ങൾ മുഴുവനും മധ്യസ്ഥം വഹിക്കാനുള്ള കൃപ എൻ്റെ മകനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള എല്ലാവരും നമുക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നവർ മരിക്കുന്ന സമയത്ത്. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പാപങ്ങളെല്ലാം മോചിപ്പിച്ചിട്ട് നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് കയറി പോകാൻ പറ്റും. അടുത്ത 14ാമത്തെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ മുഴുവനും എൻ്റെ മക്കളും എൻ്റെ ഏകമകൻ ഈശോയുടെ സഹോദരങ്ങളുമാകുന്നു. അതായത് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച നമ്മുടെ മാതാവിൻ്റെ മക്കളും അതുപോലെ ഈശോയുടെ സഹോദരങ്ങളായി മാറുമെന്ന് നമുക്ക് ഈ അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 15ാമത്തെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ജപമാല ഭക്തി അനുസര ജീവിതത്തിൻ്റെ മുൻ അടയാളമാകുന്നു. അതായത് നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനശ്വരമായിട്ടൊരു ജീവിതമുണ്ട്. അപ്പോൾ ആ അനശ്വരമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജപമാല ചൊല്ലണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അനശ്വരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 15 വാഗ്ദാനങ്ങളാണ് നമുക്ക് ജപമാല എന്ന് പറഞ്ഞ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മ തരുന്നത്. അപ്പോൾ ഈ ജപമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാണാനായിട്ട് ഭയങ്കര ചെറുതായിരിക്കും. 10 മുത്തുകൾ, അതുപോലെ അറ്റത്തൊരു കുരിശ്, അങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അതുപോലെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാനും നമുക്ക് ജപമാല പറ്റും. നിങ്ങളുടെ കഴുത്തിൽ ഒരു ജപമാല ഉണ്ടാവണമെന്ന് ഞാൻ പറയുവാണ്. അപ്പം ജപമാല എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രാചീന കാലം മുതൽ നമ്മൾ നിത്യം നമ്മുടെ കുടുംബ പ്രാർത്ഥനയായാലും എവിടെയായാലും നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ചൊല്ലുന്നത് നല്ലതാണ്. കിടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥന ഒരു 10 നന്മ നിറഞ്ഞ മരമേ ചൊല്ലിയിട്ട് ജപമാല തലേൻ്റെ അടി വെച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ദുർസ്വപ്നം ഒന്നും കാണാതെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും. അതുപോലെ നമ്മൾ രാവിലെ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കൊന്ത ചൊല്ലിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ ജപമാല ചൊല്ലുന്നവരാണെങ്കിൽ താഴത്തോപ്പാടെ കമൻറ്റിൽ അറിയിച്ചേക്കുക. ജപമാല നിങ്ങൾ മുടക്കുന്നവരാണെങ്കിലും മുടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്തൊരു പ്രാർത്ഥനയാണ് ജപമാല. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ 15 വാഗ്ദാനങ്ങളാണ് നമുക്ക് ജപമാല എന്ന് പറഞ്ഞ പ്രാർത്ഥനയിലൂടെ മാതാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ജപമാല നിങ്ങൾ ഒരിക്കലും മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾ ഇന്ന് തൊട്ട് ജപമാല ചൊല്ലി എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങുക. ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 2 ജപമാലയെങ്കിലും നമ്മൾ ചൊല്ലണം. 2 ജപമാല ചൊല്ലാൻ പറ്റില്ലെങ്കിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലിയാൽ മതി, ചൊല്ലാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആവേ മരിയ.